വെൽക്കം ബാക്ക് ടു ഗോട്ട് മീ നൗ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓട്ടോ ബ്ലോഗ് പ്രൊജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് എങ്ങനെ ആക്സസ് ചെയ്യാം, നമ്മളെ ആഡ്സൻസ് ത്രൂ ഉള്ള റവന്യൂ എങ്ങനെ ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് എങ്ങനെ അവർക്ക് മാനുവലി അപ്ലോഡ് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏതാണോ വെബ്സൈറ്റ് അത് ജസ്റ്റ് അഡ്മിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. സോ ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ വേർഡ് പ്രസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. മെയിൻ അഡ്വാൻറ്റേജ് വേർഡ് പ്രസ് പ്ലാറ്റ്ഫോം അല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആഡ്സെൻസ് അപ്രൂവലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബെനിഫിറ്റ്. സോ മാക്സിമം ട്രാഫിക് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് റവന്യൂ. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സോറി ലോഗിൻ വിത്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുന്നു. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഒരു ഇൻ്റർഫേസ് കിട്ടുക. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡാഷ്ബോർഡ് ആക്സസ്. സോ ഫസ്റ്റ് തിങ് ഈസ് സൈറ്റ് കിറ്റ് ആണ്. സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഏതൊക്കെ ട്രാഫിക് വരുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ഈ വെബ്സൈറ്റിന് ഗൂഗിൾ ആഡ്സെൻസ് കുറച്ച് കുറവാണ്, പക്ഷേ ഞാൻ അത് കാണിച്ചു തരുന്നതാണ്. കീ മെട്രിക്സ്, വിസിറ്റ് ലെങ്ത്, വിസിറ്റ് പെർ വിസിറ്റർ, മോസ്റ്റ് എൻഗേജിങ് പേജസ് കണ്ടോ, ഏത് ഓഡിയൻസ് ആണ് ഗ്രോ ആവുന്നത്, ഇത് കുറച്ച് ഡൗൺ പോയിട്ടുണ്ട്. ഓർഗാനിക് ട്രാഫിക് ആണോ, ഡയറക്റ്റ് ട്രാഫിക് ആണോ, സോഷ്യൽ ട്രാഫിക് ആണോ, അല്ലെങ്കിൽ റെഫറൽ ആണോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ഇവിടെ കണ്ടോ സെർച്ച് ട്രാഫിക് ഓവർ ദ ലാസ്റ്റ് 28 days. ഇതെങ്ങനെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ GPT-ൻ്റെതും AI എഞ്ചിൻസിൻ്റെതും സെർച്ച് എഞ്ചിൻസിൻ്റെതും ലിസ്റ്റിലേക്ക് വരും. അവിടെ ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ നിന്നും ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത് 45K 1.8K മാത്രമേ ഉള്ളൂ. ഒരുപാട് കുറവാണ്. സ്റ്റിൽ ഈ വെബ്സൈറ്റ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ഏത് കീവേഡ്സ് ആണ് കൂടുതൽ ക്ലിക്സ് കൊണ്ടിരുന്നത്. ഇതൊരു കേരള PSC ആയിട്ട് ബന്ധപ്പെട്ടൊരു വെബ്സൈറ്റാണ്. സോ ഏത് പേജാണ് കൂടുതൽ വരുന്നത്, പിന്നെ അതുപോലെ വിസിറ്റേഴ്സ് എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗൂഗിൾ ആഡ്സൻസിൽ നിന്ന് എത്ര റവന്യൂ വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗൂഗിളിൻ്റെ സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞ ടൂള്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പോസ്റ്റ്, ഇവിടെയാണ് നമ്മൾ പുതിയ ബ്ലോഗ്സ് പബ്ലിഷ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പുതിയൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആഡ് പോസ്റ്റ് എന്ന് കൊടുക്കുക. ആഡ് പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് വരിക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എല്ലാ വെബ്സൈറ്റിലും നമ്മൾ പ്ലാനിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റിലും ഡെയിലി മിനിമം 1 ബ്ലോഗ് വെച്ച് പബ്ലിഷ് ആവും. ഇവിടെ ടൈറ്റിൽ കൊടുക്കുക, കോണ്ടന്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ ഈ ഇത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഹെഡിങ് റീനെയിം ചെയ്യാൻ പറ്റും. ഫീച്ചേർഡ് ഇമേജ്, നമുക്ക് ഓരോ ബ്ലോഗിനും ഓരോ ഫീച്ചേർഡ് ഇമേജ് വേണം. അത് ഒന്നുകിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ താഴെ ഒരു സ്ക്രോൾ ബാർ ഉണ്ടോ, ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെർച്ച് എൻജിൻസിനും GPT പോലുള്ള AI എൻജിൻസിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് കുറച്ച് ക്രൂഷ്യലാണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കേരള PSC ഓൺലൈൻ ലേണിങ്ങിനെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു കീവേഡ് നമ്മളിവിടെ കൊടുക്കുക, KPSC ഓൺലൈൻ ലേണിംഗ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുക. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ വോണ്ട് സ്പൂൺ ഫീഡ് എനിത്തിങ്. എല്ലാം നമ്മളെ വലുതുമ്പോൾ കിട്ടുന്ന കാലമാണ്. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരും, അത് നിങ്ങൾ സ്വന്തമായിട്ട് എലാബറേറ്റ് ചെയ്തോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് മീ. സോ ഇത് ഈ കാര്യങ്ങൾ കൊടുക്കുക. നമ്മൾ ഇവിടെ കാറ്റഗറീസ് ഉണ്ട്, കാറ്റഗറീസ് ചൂസ് ചെയ്യുക ഏതാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ടാഗ്സ് ഉണ്ട്. ടാഗ്സ് നമുക്ക് നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് കണ്ടുപിടിക്കുക. അത് GPT ഉപയോഗിക്കാം, ഗൂഗിൾ ഉപയോഗിക്കാം, വാട്ടെവർ. അത് ഇവിടെ ജസ്റ്റ് കോമ ഇട്ടിട്ട് ഓരോന്നോരോന്ന് ആഡ് ചെയ്യാം. പിന്നെ അഥവാ ഇൻ കേസ് നിങ്ങൾ ഈ ബ്ലോഗ് വേറെ എന്തെങ്കിലും പെർസ്പെക്റ്റീവിലാണ് ചെയ്തതെങ്കിൽ ഇതിൽ ആഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ആഡ് ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ പബ്ലിഷ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ബ്ലോഗ് അവിടെ പബ്ലിഷ് ആവും. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ. സോ ഫർദർ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി.
I will respond. Okay. Thank you. As always, we will earn together, we will learn together, and we will grow together. Take care. Bye bye.